ഈ സ്വപ്നഭൂമി വിട്ടറിഞ്ഞു എവിടേക്കാണ് നിന്റെ യാത്ര? എനിക്കറിയില്ല. ഏതോ ഒരു വെളിച്ചം തേടി. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കരുത്. വിധിയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. പോയി വരട്ടെ കുട്ടി. സോറി. അവളെ ഉപേക്ഷിച്ച് ഞാൻ നടന്നകന്നു. സത്യത്തിൽ ഇത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ലേ മൈ ഡിയർ സൺ? 12 മുതൽ 30 വയസ്സ് വരെ താങ്കളുടെ ജീവിതവും അജ്ഞാതമായിരുന്നല്ലോ. നിനക്കുള്ള ഉത്തരങ്ങൾ ധാരാളം എൻ്റെ പക്കലുണ്ട്. പക്ഷേ അതിനുള്ള ചോദ്യങ്ങളല്ല നീ ചോദിക്കുന്നത്. അതാദ്യം കണ്ടെത്തൂ. നിന്റെ ഈ യാത്ര സർവനാശത്തിലേക്കാണ്. You too, Jesus. ഒരു കണ്ണാടി വീണുടഞ്ഞാൽ അതിൽ നിന്ന് 1000 കണ്ണാടികൾ ഉണ്ടാകും. ഒരു സ്വപ്നം വീണുടഞ്ഞാലും അതിൽ നിന്ന് 1000 മോഹങ്ങൾ ചിറകടിച്ചു വരും. ഒരു കണ്ണാടി വീണ് പൊട്ടിയാൽ അതിൽ നിന്ന് 1000 കണ്ണാടികൾ ഉണ്ടാകും. ഒരു സ്വപ്നം വീണ് തകർന്നാലും അതിൽ നിന്ന് 1000 മോഹങ്ങൾ ചിറകടിച്ചു വരും. എങ്ങനെയുണ്ട്? തൻ്റെ കാര്യം ഓർത്ത് പപ്പായും മമ്മിയും വലിയ വിഷമത്തിലാണ്. വയസ്സ് 10-30 ആയില്ലേ, ഒരു കുടുംബജീവിതമൊക്കെ വേണ്ടേ? ഡോക്ടറിന് ഒരു സംവിധായകന്റെ സുവർണകാലം എപ്പോഴാണെന്നറിയാം? സ്റ്റീവൻ സ്പിൽബർഗ്, സത്യജിത് റേ, അടൂർ ഗോപാലകൃഷ്ണൻ, ഇവരുടെ എല്ലാം മഹത്തായ സൃഷ്ടി ഉണ്ടായിരിക്കുന്ന 30കളിലാണ്. പക്ഷെ അവരൊക്കെ 30-ാം വയസ്സിൽ കല്യാണം കഴിച്ചിരുന്നു. എൻ്റെ പപ്പയും 30-ാം വയസ്സിൽ കല്യാണം കഴിച്ചിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? അങ്ങനെ ഇവനുണ്ടായത് പറഞ്ഞു കൊടുക്കണ്ടേ ഡോക്ടറെ? ഇയാൾ പോയില്ലേ? ഫിലിപ്പോസേ, തന്നോട് ഞാൻ ആ കാറെ പോയിരിക്കാൻ പറഞ്ഞതല്ലേ? ഈ കൗൺസിലിംഗ് ഒന്ന് കഴിയട്ടെ. കൗൺസിലിങ്ങോ? ഇവനൊക്കെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താലേ ആ കറണ്ട് വേസ്റ്റ് ആവത്തേ ഉള്ളൂ. അടങ്ങ് ഫിലിപ്പോസേ, എല്ലാത്തിനും ഓരോ രീതികളുണ്ട്. എടോ മനുഷ്യ, നിങ്ങളെ ഇതുവരെ മരുന്ന് കഴിച്ചില്ലേ? കഴിച്ചു. മോളു, നിന്നോട് ഞാനൊരു 150 തവണ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പേഷ്യൻസ് ഇരിക്കുമ്പോ ബഹളം വെക്കരുത്. നിങ്ങൾ മരുന്ന് കഴിക്കേ, എന്നിട്ട് മതി ചികിത്സ. പേടിക്കണ്ട, സൈക്യാട്രിയിൽ ഇതൊക്കെ സാധാരണയാണ്. നമ്മൾ കണ്ടിട്ട് കുറെ നാളായില്ലേ? ഒരെണ്ണം എടുക്കട്ടെ. അയ്യോ ഫിലിപ്പോസേ, ലേഹ്യമാണെങ്കിൽ വേണ്ട. നേരത്തെ തന്നത് തന്നെ ദേ ഇവിടെ ഇരിക്കുക. അല്ല, പഴകും തോറും വീര്യം കൂടുവെന്നാ നമ്മുടെ വൈനൊക്കെ പോലെ. വേണ്ടാന്നേ. വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ ദാവീദേ, ലക്ഷ്യം തേടരുത്, ലക്ഷ്യം നിന്നെ തേടി വരും. ഡോണ്ട് സെറ്റ് എ ഡെസ്റ്റിനേഷൻ, ലെറ്റ് ദ ഡെസ്റ്റിനേഷൻ ഫൈൻഡ് യു.
എന്തേത്? Papa said to give you the psychiatrist bill. ഞാൻ പറഞ്ഞിട്ടുള്ള ആളെ പോയി കണ്ടത്. I don't know. $98? ഇത് എന്റെ മാത്രം തലയുടെ ബില്ലാണോ അത് പപ്പയുടെ ഉണ്ടോ? ആരുടെ തലയാണോ ചികിത്സിച്ചത് അവര് തന്നെ അങ്ങ് കൊടുത്താൽ മതി. എടാ ഇനിയെങ്കിലും സ്വന്തം ബില്ലൊക്കെ ഒന്ന് കൊടുത്ത് ശീലിക്കും. അതൊക്കെ എന്താടാ നമ്മളൊക്കെ നിന്റെ ആര്? എന്താന്ന് തെളിച്ചു? എടാ ഞാൻ നിന്റെ ആരാ? ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് ആദ്യം പറയണ ബെസ്റ്റ് ഫ്രണ്ടിനോടാ, അല്ല ഡോക്ടറെ അടുത്ത് പോകല്ലോ ഉണ്ട്. നീ എന്തിനാ ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോയത്? നിനക്ക് തലക്കസ് പോയില്ലേ? ഐ മീൻ മെന്റൽ. നിന്നോട് ആരാ പറഞ്ഞു? എന്നോട് ആര് പറയാ? ആ ഇപ്പൊ ഡോക്ടറെ ഇവിടുത്തെ ഏറ്റവും വലിയ ലൗഡ് സ്പീക്കർ നിനക്ക് അറിഞ്ഞൂടെ? നീ ഇതാരോടൊന്നും പറഞ്ഞു? ആരോട് പറയാം? ഇതറിയാത്തത് ആരിലോട്ടെങ്കിലല്ലേ പറയാനുള്ളൂ. ബോട്ട്മർ പോവാന്ന് നമ്മുടെ ഏരിയയിലെ ലാസ്റ്റ് സായിപ്പാ. അതെങ്ങനെ മലയാളികളെല്ലാം കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുക്കൂല്ലേ? അയാൾക്ക് മടുത്തതാണ്.